സ്ട്രേഞ്ചർ തിങ്സ് ഫൈനാലെ ഓൺ ന്യൂ ഇയേഴ്സ് ഈവ്. സൂപ്പർ എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം അങ്ങനെയാണ് വോളിയം 2 ക്രിസ്മസിന് വന്നിട്ടുള്ള വോളിയം 2 അവസാനിച്ചേക്കുന്നത്. ഒരു ഇമോഷണലിയും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള എൻഡിംഗ് ആണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ത്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ത്രില്ലാണ്. കാൺ വെയിറ്റ് എന്ന് പറയില്ലേ, കാൺ വെയിറ്റ് ഫോർ ന്യൂ ഇയേഴ്സ് ഈവ്. അതാണ് ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഡഫർ ബ്രദേഴ്സ് എന്താണ് ഒരുക്കിയേക്കണെന്ന് ഒരു പിടിയില്ല. അവസാനത്തെ എപ്പിസോഡ് 2 മണിക്കൂറാണ് ആണ് അവസാനത്തെ എപ്പിസോഡിന്റെ റണ്ണിങ് ടൈം എന്ന് കേട്ടത്. ഇതില് ഹോക്കിൻസ് കിഡ്സിനും ജോയ്സ് ഫാമിലിക്കും വീലർ ഫാമിലിക്കും ഒക്കെ എന്ത് സംഭവിക്കും, അവരുടെ ബോണ്ടിനും എന്ത് സംഭവിക്കും, അതെങ്ങനെ അവസാനിക്കും, ഫെയർവെൽ എങ്ങനെയായിരിക്കും, വില്ലനെ എങ്ങനെയാണ് എലവനും വില്ലും കൂയിട്ട് കൈകാര്യം ചെയ്യുന്നത്. ആകെ എക്സൈറ്റ്മെന്റ് ആണ്, ഫുൾ ഓൺ എക്സൈറ്റ്മെന്റ് എന്ന് പറയില്ലേ. പല സീസണിന്റെയും ഫിനാലേക്ക് സംഭവിച്ച പോലെ ചില സീസൺ ഫൈനാലുകൾ നിരാശ വരാറുണ്ട് പലർക്കും. ഇതിന് അങ്ങനത്തെ ഒരു നിരാശ വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. കാരണം അങ്ങനെയാണ് ഇവർ സ്റ്റേജ് സെറ്റ് ചെയ്തേക്കുന്നത്. ആ രീതിയിലേക്ക് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ട 5 സീസണിന്റെയും ഒരു പെർഫെക്റ്റ് ഫിനാലെ ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആവട്ടെ. ഡഫർ ബ്രദേഴ്സ്, പ്ലീസ് ഡോണ്ട് ഫക്ക് ഇറ്റ് അപ്പ്. മേക്ക് ഇറ്റ് ഓസം എൻഡിങ് ഫോർ ഓൾ സ്ട്രേഞ്ചർ തിങ്സ് ഫിനാലെ ഫാൻസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. വെയിറ്റ് ഫോർ ന്യൂ ഇയേഴ്സ് ഈവ് ആൻഡ് എൻജോയ്.